മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കാത്ത വർഷമാവട്ടെ 2025 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മാധ്യമപ്രവർത്തകർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന MLA കേക്ക് വിതരണവും നടത്തി. 2024 വ്യക്തിപരമായി തനിക്ക് മോശമല്ലാത്ത വർഷമായിരുന്നു. എന്നാൽ വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഏറെ വേദനിപ്പിച്ചവയാണ്. അത്തരത്തിൽ വേദനകളില്ലാത്ത വർഷമായി 2025 മാറട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ക്രിസ്മസ് മാസമാണ്. ഡിസംബർ എന്ന് പറയുന്ന ഒരുപാട് ആഘോഷങ്ങളുടെ ഒരു മാസമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പൊതുവായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമറ്റും ഒക്കെ ആണെങ്കിലും ചെറിയ തണുപ്പും, പാലക്കാട് പോലും ചെറിയൊരു തണുപ്പുണ്ട്. പിന്നെ ബാക്കി കേരളത്തിലെല്ലായിടത്തും ഒരിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും മനോഹരമായൊരു മാസമാണ്. സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധിയുടെ മാസമാണ്. നമുക്കൊരു അവധിയൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു വൈബുള്ള മാസമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു 6-7 ദിവസങ്ങൾക്കപ്പുറം ഒരു പുതിയ വർഷം വരെയാണ് 2024. ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വർഷമായിരുന്നു 2024. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ജനപ്രതിയാകാൻ അവസരം കിട്ടിയ വർഷമാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2024 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ജീവിതത്തിൽ ഇരിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും 2024 മനോഹരമായ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അല്ലാതുള്ള പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ വർഷമാണ് 2024. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025-24 പ്രയാസങ്ങളില്ലാതെ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും മാത്രമുള്ള വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, സുരേഷ് വെള്ളിമംഗലം, N. രമേശ്, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു.